അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഡിഫോഗ്? അപ്പോൾ എല്ലാവർക്കും അറിയാൻ താല്പര്യം ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡിഫോഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസ് മുഴുവനും കാണുക. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇച്ചിരി ലെങ്തായി പോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം, കാരണം കാര്യങ്ങൾ പറയണം. ഇനി വരുന്ന വീഡിയോസുകളിൽ ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഡിഫോഗ് എന്ന് പറഞ്ഞ ഡിസൈനിലോട്ട് നിങ്ങൾ ചേഞ്ച് ആകണമെങ്കിൽ ചേഞ്ച് ആകാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫോഗ്? പല ആളുകൾക്കും എന്താണ് ഡിഫോഗ് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് വീഡിയോസ് ഒക്കെ ഇട്ട സമയത്ത് കുറച്ച് 2-3 പേരൊക്കെ വന്നിട്ട് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. പക്ഷേ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് കണ്ടിട്ടില്ല. ചുമ്മാ ആരോ പറഞ്ഞു വിട്ടിട്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കയറിയേക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ നെഗറ്റീവ് അടിക്കാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് കാണുക. ഞാൻ അതിലെന്താണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നെഗറ്റീവ് അടിക്കുക, പോസിറ്റീവ് അടിക്കുക ചെയ്യുക. കാരണം ഇത് നെഗറ്റീവ് അടിക്കാനും പോസിറ്റീവ് അടിക്കാനുള്ള ഒരു സമയമല്ല. നമ്മുടെ മാർക്കറ്റിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ, പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചേഞ്ച് ആകുക എന്നുള്ളത് ഒരു നല്ലൊരു ആപ്ലിക്കേറ്റർ, അതായത് ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ എന്ന് നിൽക്കുന്ന ഒരു ആപ്ലിക്കേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഓപ്ഷനാണ്. എന്നും നമ്മളൊരു സംഭവത്തിൽ തന്നെ കടിച്ചു തൂങ്ങിക്കണമെന്നല്ല. മാറ്റങ്ങളുണ്ടാവും, മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ അതിലേക്കൊരു ചെറിയൊരു മാറ്റത്തിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡിഫോഗ് എന്നൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതിനെ സിമൻ ടെക്സ്റ്റർ എന്നൊരു മെറ്റീരിയലായിട്ട് കമ്പാരിസൺ ചെയ്യരുത്. കാരണം അതും ഇതും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് ചെയ്യുന്ന ആപ്ലിക്കേറ്റേഴ്സ് അവർ അതിന് ഡിസൈൻസ് ഡിഫറൻറ്റ് രീതിയിലോട്ട് കൊണ്ടുവരുന്ന ഡിസൈൻസ്, അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ ഇതിലുണ്ട്, ഡിഫോഗിലുണ്ട്. ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ നല്ലൊരു ആപ്ലിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻസ് കാര്യങ്ങൾ മേക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നല്ലൊരു ആപ്ലിക്കേറ്ററായിട്ടും കാര്യമില്ല, നല്ലൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കൂടുതൽ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒത്തുചേരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഡിഫോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിഫോഗ് വെച്ചിട്ട് നമുക്കൊരു വൈഡ് ആംഗിളിലൊക്കെ നമുക്ക് പുതിയൊരു രീതിയിൽ മെറ്റീരിയൽ കൊണ്ട് ഡിസൈൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ചെറിയ റീൽസും കാര്യങ്ങളും എൻ്റെ ഇൻസ്റ്റയിലും FBയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കാണാം. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് പാറ്റേൺസ് നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലേക്ക് നമ്മളത് ഡിസൈൻസൊക്കെ ഒന്ന് മാറ്റി ഫോം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിനുള്ളത്. പിന്നെ ഇതൊരു സിമൻ ടെക്സ്റ്ററായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട എന്ന് പറഞ്ഞതിനുള്ള ഏറ്റവും വലിയ കാര്യം, ബാക്കിൽ കാണുന്നതാണ് സിമൻ ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഈ ഒരു പാറ്റേൺസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു ചെറിയ ഒരു ഫോഗ് അടിച്ച് നിൽക്കുന്ന ഒരു പാറ്റേൺസിൻ്റെ ഒരു ഫീലാണ്. പക്ഷേ ഡിഫോഗിൽ നമുക്ക് വേറൊരു ഡിഫറൻസ് പാറ്റേൺസ് ആണ് മേക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ കൊണ്ടുവന്നേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യപ്രകാരം നമ്മളവർക്ക് പറഞ്ഞു കൊടുത്ത്, നമ്മൾ ഇന്ന രീതിയിലോട്ട് ചെയ്യാനും ഇന്ന രീതിയിലോട്ടാണ് നമുക്കിത് വേണ്ടതെന്നുള്ള പറഞ്ഞു കൊടുത്ത് നമ്മൾ മറ്റൊരു ടീംസിനെ കൊണ്ട് ഇത് മേക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളിത് ഡിഫോഗ് എന്ന ലേബലിൽ കൊണ്ടുവന്ന് ഈ മെറ്റീരിയൽ നമ്മൾ ഇറക്കുന്നത്. സിമിലാരിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ആ പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റ് ഒരുപോലെ ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പല വിവാദങ്ങളും ഉണ്ടാക്കി വിടാനൊക്കെ ആൾക്കാരുണ്ടാവും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോഴും അപ്പോഴും പറയുന്നത്, ഇത് സിമൻ ടെക്സ്റ്ററായിട്ട് യാതൊരുവിധ ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ കമ്പാരിസത്തിനോ വേണ്ടി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ല. അതിനുവേണ്ടി ആരും നിൽക്കേണ്ട. സിമൻ ടെക്സ്റ്റർ ചെയ്യാനായിരുന്നെങ്കിൽ നമുക്ക് സിമൻ ടെക്സ്റ്ററിൻ്റെ മെറ്റീരിയൽസ് ഇന്ന് കേരളത്തിൽ പല രീതിയിൽ അവൈലബിൾ ആണ്. പല രീതിയിൽ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അവൈലബിൾ ആണ്. സിമൻ ടെക്സ്റ്ററിൽ ഇപ്പോഴും സിമൻ ടെക്സ്റ്റർ എന്ന ഫീൽ ചെയ്യുന്നവർക്ക് ആ ഒരു ഫീൽ തുടർന്ന് പോവുകയും അതുപോലെ അതിൽ നിൽക്കുകയും ചെയ്യാം. അതിലിവിടെ ആരും എതിരല്ല. നിങ്ങളിപ്പോൾ ഡിഫോഗിലോട്ട് ഓടിച്ചാടി കയറി വരണമെന്നൊന്നും ഇവിടെ ആരും പറയണില്ല. ഡിഫോഗ് എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ഡിഫോഗ് എത്രത്തോളം ഒരു ഹൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഹൈ ലെവലിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും കസ്റ്റമേഴ്സിന് എത്രത്തോളം അത് തൃപ്തികരമാണെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മാറിയേക്കുന്നത്. മാത്രമല്ല, സിമൻ ടെക്സ്റ്റർ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 3-4 കൊല്ലമായിട്ട് ഈ ഒരു സിമൻ ടെക്സ്റ്റർ എന്നുള്ളൊരു പാറ്റേൺസ് മാത്രം ഉപയോഗിച്ച് അതിലോട്ട് മാത്രമേ നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പം മറ്റൊരു അപ്ഡേറ്റ്സ്, മറ്റൊരു പുതിയ ഡിസൈൻസ് എന്ന രീതിക്ക് നമുക്കിത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വൈറ്റായിട്ടിരിക്കുന്നതെല്ലാം പഞ്ചസാരയല്ല, ഉപ്പുമല്ല, രണ്ടിനും 2 ഗുണങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ വെച്ച് നമ്മളൊരു ഗ്രേ ഫീൽഡിൽ പുതിയ പാറ്റേൺസ് മേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഒരിക്കലും സിമൻ ടെക്സ്റ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിളിക്കുന്ന പേര് ഡിഫോഗ്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫോഗ് കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. ഡിഫോഗിന് ഒരു സെപ്പറേഷൻ ആയിട്ടുള്ളൊരു പാറ്റേൺസ് ഉണ്ട്. ആ ഒരു പാറ്റേൺസിലാണ് ഡിഫോഗ് മുഴുവനും പോണത്. പിന്നെ സിമൻ ടെക്സ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്. സിമൻ ടെക്സ്റ്ററും ഡിഫോഗിൽ ചെയ്യാൻ പറ്റും. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയേണ്ട ഒരു നുണയായിട്ട് മാറും. നമുക്ക് വേണമെങ്കിൽ സിമൻ ടെക്സ്റ്ററും ഇതിൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ സിമൻ ടെക്സ്റ്ററിൻ്റെ പാറ്റേണിലോട്ട് റിട്ടേൺ പോകണമെന്ന് നമ്മൾ ഒരിക്കലും ആരെയും നിർബന്ധിക്കില്ല, അവിടെ പോകണമെന്നും നമ്മൾ പറയൂല. പക്ഷേ സിമൻ ടെക്സ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഡിഫോഗിൽ ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്ന സിമൻ ടെക്സ്റ്ററിനേക്കാളും നല്ലൊരു പെർഫെക്ഷൻ കൂടുതലായിരിക്കും. പെർഫെക്ഷനും അതിൻ്റെ ആ ലെയറിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും, കാണാനും അടിപൊളിയായിരിക്കും. ഒരുപാട് വൈറ്റ് ഫോഗുകളൊന്നും കൂടാതെ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റെബിലിറ്റിയിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. അതാണ് ഡിഫോഗ് കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകത. പക്ഷേ നിങ്ങൾ ആ ഒരു സിമൻ ടെക്സ്റ്റർ പാറ്റേൺസിൽ നിന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറൊരു അനുഭൂതിയായിരിക്കും. അപ്പോൾ ഡിഫോഗ് എന്താണ്?
ഡിഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു വൈഡ് ആംഗിൾ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രീനിലൊക്കെ കാണുന്ന പോലെ ഇതുപോലത്തെ ഡിസൈൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി മെറ്റീരിയൽസാണ്. നമ്മളത് ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടം വരെയും ഈ സാധനം എത്തിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ആകെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് ടെക്സ്ചർ, കോൺക്രീറ്റ് ഫീൽ, അങ്ങനെ ഒരു ഗ്രേ തീമിൽ വരുന്ന അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ. കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ റഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിമെൻറ്റ് ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ഫീൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സിമെൻറ്റ് ടെക്സ്ചറിനെ അപേക്ഷിച്ച് ഇതും അതും രാപകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിത് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിപ്പോൾ ഡിഫോവിൻ്റെ പുതിയ രീതിയിലോട്ട് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പല ആളുകൾക്കും ടെൻഷനുണ്ട്. പല ആളുകളും ഇതായിട്ട് കമ്പാരിസൺ അടിച്ചുകൊണ്ടാണ് അതിനെ കാണുന്നത്. അതിൻ്റെ ടെൻഷൻസിൽ ഇവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പം ഞാൻ അവരോടും കൂടി ചേർത്ത് പറയുന്നതാണ്, ഡിഫോഗ് നമ്മളൊരു സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ കമ്പാരിസൺ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലൊന്നുമല്ല. സിമെൻറ്റ് ടെക്സ്ചർ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും, നല്ല ടൈമിങ് കിട്ടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഡിഫോയിൽ വരുന്നത്. അപ്പോൾ സിമെൻറ്റ് ടെക്സ്ചറും ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ ഇതുകൊണ്ട് കൂടുതൽ പറയുന്നത് നിങ്ങൾ ഡിഫോഗ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ യൂറോപ്യൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരു വൈഡായിട്ടായിരിക്കും ഈ സിമെൻറ്റ് എഫക്റ്റ് ഡിസൈൻസുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഈ വൈഡ് എഫക്റ്റ് സിമെൻറ്റ് ടെക്സ്ചറിൽ ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. ഇത് എനിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പല രീതിയിൽ പല കമ്പനിയുടെ മെറ്റീരിയൽസുകൾ ഈ വൈഡ് ആംഗിൾ പാറ്റേൺസിൽ, അതായത് ഇച്ചിരി വലുതാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് സിമെൻറ്റ് ടെക്സ്ചറുകൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പെട്ടെന്ന് ഡ്രൈ ആയി പോയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആ വൈഡിലോട്ട് ഇട്ട് വരുമ്പോൾ ഗ്യാപ്പ് ഫില്ലാവുകയും ഈ ഗ്യാപ്പ് ജോയിൻ്റ് ആവുകയും ഒന്നൊന്നിനോട് ലെയർ കയറുന്ന സമയത്ത് അതൊരു ജോയിൻ്റ് ഫീലിലോട്ട് പോവുകയും ചെയ്യും. നമുക്കിത് കുറച്ചുകൂടെ സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെയർ തമ്മിലുള്ള ആ ജോയിൻറ്റുകൾ മാറിക്കിട്ടും. പിന്നെ സിമെൻറ്റ് ടെക്സ്ചറിൽ അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ അത് പോസിബിൾ അല്ലേ എന്ന് ചോദിച്ച്, എന്നാലും പോസിബിൾ അല്ല. അതായത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന, അതായത് നമുക്ക് ഇന്നിവിടെ നാട്ടിൽ കിട്ടുന്ന പല സിമെൻറ്റ് ടെക്സ്ചറുകളിലും നമുക്ക് ഈ ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ആ സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ പ്രൊഡക്റ്റിൽ നമുക്ക് ഇന്നേ വരെ ആ ഒരു പാറ്റേൺസ് കിട്ടിയിട്ടില്ല. നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്കത് കിട്ടിയിട്ടില്ല. ഞാൻ ഡിഫോഗ് എന്നും പറഞ്ഞുകൊണ്ട് പല വീഡിയോസുകൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫോഗ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുകളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോസുകൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഡിഫോഗ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഡിഫോഗ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഡിഫോഗ് പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് ആകെ വന്നേക്കുന്നത് സിമെൻറ്റ് ടെക്സ്ചർ പാറ്റേൺ തന്നെ ഒരു ഇച്ചിരി ഒരു ബെറ്റർ വരുത്തിയിട്ടാണ്. പക്ഷേ അതിലൊന്നും നമ്മളൊരു തൃപ്തികരമായിട്ടുള്ളൊരു തീം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഓക്കെ ആയിരുന്നു, എന്നാലും ഡിഫോഗ് അതിൻ്റേതായൊരു വിസിബിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു ഈ അടുത്ത കാലത്ത്. ഈ ലാസ്റ്റ് ഇട്ട വീഡിയോസ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ട റീല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളൊരു ഹോട്ടലിൻ്റെ ഉള്ളിൽ ചെയ്തത്. അതാണ് ഡിഫോഗിൻ്റെ യഥാർത്ഥ പാറ്റേൺസ് ആയിട്ട് വരുന്നത്. മറ്റേതൊക്കെ നമ്മൾ സിമെൻറ്റ് ടെക്സ്ചർ, കാരണം നമുക്ക് ഡിഫോഗ് അവൈലബിൾ ആകുന്നതിന് മുന്നേ ഡിഫോഗ് എന്നുള്ളൊരു തീം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ മെറ്റീരിയലിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഡിഫോഗ് എന്ന പേര് കൊടുത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് 100% വിജയമാണോ എന്ന് നോക്കിയാൽ നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50% നമുക്കത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പോകെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് ഇതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രൊഡക്റ്റ് വേണമെന്നൊരു ചിന്താഗതി വന്നപ്പോഴാണ് നമ്മൾ ഡിഫോഗ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലോട്ട് മാറിയത്. അപ്പോൾ ഡിഫോഗിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം. പലർക്കും ചോദിക്കേണ്ടത് എന്താണ് ഇതിന് മാത്രം പ്രത്യേകതകൾ. ഒന്ന്, ഡിഫോഗ് നമുക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഈ ഒരു ഒറ്റ പാക്ക് കൊണ്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് സെപ്പറേറ്റ് എക്സ്റ്റീരിയറിനോ ഇൻറ്റീരിയറിനോ ലേബലും ഇല്ല, ഒന്നുമില്ല. ഇത് നമുക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ചെയ്യാം. രണ്ട്, ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു 300 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേറ്റർ ആണെങ്കിൽ 200 to 300 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ഭിത്തിയുടെ ഫിനിഷിങ്ങും ആപ്ലിക്കേറ്റേഴ്സിൻ്റെ കഴിവും പോലെ ഇരിക്കും. പിന്നെ ജോയിൻറ്റിങ് ഇഷ്യൂസ് ഇതുവരെ ഇതിൽ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ടച്ചിങ് നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ടച്ചിങ് നമുക്ക് കവറേജ് ഇല്ലാത്ത ഭാഗത്ത് ടച്ച് ചെയ്താലും ആ ഒരു ടച്ചിങ് പാട് എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് നല്ല വിശേഷം തന്നെയാണ്. അപ്പോൾ അതും ഡിഫോഗിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിത് ഇൻറ്റീരിയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നമ്മൾ സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ മറ്റുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതുമ്പോൾ വാക്സ് കോട്ട്, ക്ലിയർ കോട്ട്, മാറ്റ് കോട്ട് എന്നുള്ള രീതിയിലുള്ള കോട്ടുകളൊക്കെ കൊടുക്കേണ്ടായിരുന്നു. ഡിഫോഗിൽ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് വാക്സിൻ്റെ ആവശ്യമില്ല, വാക്സോ ക്ലിയറോ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈവായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ട് വർക്ക് തീർത്ത് പോരാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് നമ്മൾ വാക്സ് മേടിക്കുന്ന പേയ്മെൻറ്റ്സ് നമുക്ക് കുറയ്ക്കാം.
ആ വാക്സിൽ വരുന്ന അധിക ചാർജുകൾ ഇതിൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ഇനി തൊട്ട് വാക്സ് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. എക്സ്റ്റീരിയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും വാക്സ് എന്ന് പറഞ്ഞാൽ വാക്സ് നിങ്ങൾ അടിച്ചിരിക്കണം. പിന്നെ ഭിത്തി നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യണം. ഭിത്തി ഏതെങ്കിലും രീതിയിൽ ഈർപ്പമുള്ളതാണോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട്. ഈർപ്പമുള്ള ഭിത്തികളിൽ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യണില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ഭിത്തികൾ ഒഴിവാക്കുന്നുണ്ട്. ഡിഫോഗ് വൈറ്റ് ബേസിലും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസൃതം മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് അതിൽ കളർ കാര്യങ്ങൾ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സിമെൻറ്റ് ടെക്സ്റ്റൈലും വൈറ്റ് ബേസ് അവൈലബിൾ ആണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഡിഫോഗിലും അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈറ്റ് ഇതിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് വരുന്ന പാക്കിംഗ് എന്ന് പറയുന്നത് 1 ലിറ്റർ 4 ലിറ്റർ എന്നുള്ള അളവിലാണ് വരുന്നത്. അതായത് നമുക്ക് 4 ലിറ്ററിൽ ഒരു 6 kg ഒരു 1 ലിറ്ററിൽ ഒരു 1.5 kg നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മെച്ചം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാക്സ് കോട്ടിങ് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു വാക്സ് കോട്ടിങ്ങിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവിങ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വാക്സ് കോട്ട് കൊടുക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതറായിട്ടുള്ള കമ്പനികളുടെ വാക്സോ കാര്യങ്ങളോ ഇതിന് മുകളിൽ യൂസ് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കാര്യം എല്ലാവരും മൈൻഡിൽ വെക്കുക, ഈ നെഗറ്റീവ് അടിക്കാൻ തന്നെ ഒരു മെയിനായിട്ട് കാര്യം വെക്കുക. നമ്മളിതൊരു സിമെൻറ്റ് ടെക്സ്റ്റർ കമ്പാരിസനായിട്ട് ഇറക്കിയ പ്രൊഡക്റ്റ് ഒന്നുമല്ല. സിമെൻറ്റ് ടെക്സ്റ്ററായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. പിന്നെ സിമെൻറ്റ് ടെക്സ്റ്റർ കൊണ്ടുപോയി സിമെൻറ്റ് ടെക്സ്റ്റർ പോലെ ചെയ്യുന്നവർക്ക് നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞത് പല ആളുകൾക്ക് പെട്ടെന്ന് അതിൽ നിന്നൊന്നും മാറി വരാൻ സാധിക്കില്ല. അപ്പോൾ പതുക്കെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് അതിലോട്ട് മാറുക, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാം, ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകെ വാളെടുത്തുകൊണ്ട് ആരും ഓടി വരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ട്, നിങ്ങൾക്ക് ഏതാണ് നല്ല രീതിയിൽ കിട്ടുന്നത്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് അറിയുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഒരിക്കലും ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇറങ്ങി എല്ലാവരും ഇങ്ങടേക്ക് കയറി ഇത് ഭയങ്കര ബെസ്റ്റ് പ്രൊഡക്റ്റാണ്, ഹൈ ക്വാളിറ്റിയാണ്, എവിടെയും കിട്ടൂല, അങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചാണ്, ഇതിൻ്റെ അടുത്ത് വെല്ലുവിളിക്കാനൊന്നും ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള രീതിയിലൊരു ടീം ഇതിനില്ല. എൻ്റെ കോൺസെപ്റ്റിൽ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള, കാരണം ഞാൻ സിമെൻറ്റ് ടെക്സ്റ്റർ എന്നൊരു പ്രൊഡക്റ്റ് നമ്മുടെ ചാനൽ വഴി ഇറക്കി ഇന്ന് കേരളം തൊട്ട് കേരളത്തിന് പുറത്ത് എല്ലാ ഇതിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് അത്രയേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ സുസൂക്ക എന്ന സിമെൻറ്റ് ടെക്സ്റ്റർ വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ സിമെൻറ്റ് ടെക്സ്റ്ററിൻ്റെ ബഹളം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലം തൊട്ട് നമ്മൾ എല്ലാത്തിൻ്റെ വീഡിയോസുകൾ നമ്മൾ ഇട്ട് വന്നിട്ടുള്ളതാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എല്ലാ സിമെൻറ്റ് ടെക്സ്റ്ററും നമ്മുടെ ചാനൽ വഴിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെ സമയത്ത് അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഡിഫോഗിലോട്ട് ചേഞ്ചിങ് എന്താണ് എന്നുള്ളതാണ് പലർക്കും ഒരു സംശയം. അപ്പോൾ ഡിഫോഗിലോട്ട് ഞാൻ മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമെൻറ്റ് ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പുതിയ മാറ്റങ്ങൾ എന്നും പുതിയ മാറ്റങ്ങളിലോട്ട് പോകണം, പുതിയ അപ്ഡേറ്റ്സിലോട്ട് പോകണം എന്നുള്ളത് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ചാനലെടുത്ത് നോക്കിയാൽ അന്നോട്ട് ഇന്ന് വരെയുള്ളത് കാണാം. നമ്മൾ എന്നും മാറ്റം കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ ആ മാറ്റത്തിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാറി. മാത്രമല്ല നമുക്ക് സിമെൻറ്റ് ടെക്സ്റ്ററുകൾ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ കുറ്റം പറയണമെന്നല്ല, നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സുകൾ കിട്ടൽ കുറവാണ്, കിട്ടുന്നുമില്ല. നല്ലതാണെന്നുള്ള പല മെറ്റീരിയൽസുകളും നമുക്ക് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസുകൾ കാരണം നമ്മൾ മാറി, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്കായിട്ട് നമ്മുടെ അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇന്നിറങ്ങിയാണ് സിമെൻറ്റ് ടെക്സ്റ്ററുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ മെറ്റീരിയൽസുകളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ പല മെറ്റീരിയലുകൾ എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നമുക്കതിന് മാറ്റം മനസ്സിലാവും. നമുക്ക് പല ആളുകൾക്കും മാറ്റങ്ങൾ മനസ്സിലാകാത്തതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് വെച്ച് മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവില്ല. മാർക്കറ്റിൽ ചിലപ്പോൾ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ചെയ്ത് നോക്കുക, അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മെറ്റീരിയലുകളും നമ്മൾ ഈ ക്വാളിറ്റി മുന്നിൽ നിൽക്കണ കാണാം. വില നോക്കിയിട്ടല്ല ഒരു മെറ്റീരിയൽസിൻ്റെ കമ്പാരിസൺ നിശ്ചയിക്കേണ്ടത്. നല്ല പ്രൊഡക്റ്റുകൾക്ക് ചിലപ്പോൾ വില കൂടുതലായിരിക്കാം, വില കുറവായിരിക്കാം. അപ്പോൾ അതൊക്കെ മെറ്റീരിയൽസിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. പല ആളുകളും ഞാനിപ്പോൾ ഡിഫോഗ് ഇറക്കി കഴിഞ്ഞപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഇതിൻ്റെ വില അറിഞ്ഞാൽ മതി, ഇതിന് എത്രയാണ് വില വരുന്നത്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വില കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റിനെ വില കൊണ്ടല്ല അളക്കേണ്ടത്, അത് കൊണ്ടുപോയി ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ആ ക്വാളിറ്റിയാണ് നമ്മൾ അളക്കേണ്ടത്. ഒരിക്കലും വില ആയിട്ട് നമ്മളിതിനെ കമ്പാരിസൺ ചെയ്യരുത്. പല ആൾക്കാരും നമുക്ക് വില കുറവുള്ള സാധനമാണ് നല്ലതെന്നുള്ള ചിന്താഗതി പല ആളുകളുടെ മൈൻഡിലോട്ട് ബൂസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇന്നിറക്കുന്ന പല കമ്പനികളുടെ മെറ്റീരിയൽ വില കൂട്ടി വെച്ചേക്കണത് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന മെറ്റീരിയൽ ക്വാളിറ്റി കുറവുള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല, പലർക്കും മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അവരവരുടെ മെറ്റീരിയൽസിൽ വില കുറവിൽ കൊടുക്കുന്നവരുണ്ട്, പക്ഷേ മെറ്റീരിയൽസ് നല്ലതായിരിക്കാം. മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് വില കൂട്ടി വെക്കുന്നവരുണ്ടാവും, പക്ഷേ മെറ്റീരിയൽസ് പോരായിരിക്കാം. അപ്പം ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, റേറ്റ് എന്നുള്ളത് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിൾ ഘടകം തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടി റേറ്റ് നോക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും എടുക്കരുത്. റേറ്റും, അതായത് നമ്മൾ പോയിട്ട് ഒരു മാരുതി സ്വിഫ്റ്റ് എടുക്കുന്നതും ഒരു BMW എടുക്കണം തമ്മിലുള്ള വ്യത്യാസമായി പറയുന്നത്. രണ്ടും ഒരു വിലക്ക് തന്നെ കിട്ടണം, രണ്ടും കാറല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ.
അപ്പോൾ അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളും സ്പെസിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് മാത്രം നോക്കുക. വിലയും കാര്യങ്ങളൊക്കെ അതിനെ എല്ലാവരും കോൺടാക്ട് ചെയ്യുക, ഞാൻ പറയാം. കാരണം ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ വില പറയുക എന്നുള്ളത് പല ആപ്ലിക്കേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അരോചകം ഉണ്ടാക്കും. കാരണം അവരൊക്കെ വർക്ക് എടുത്ത് ചെയ്യുന്ന ആളുകളാണ്, ആപ്ലിക്കേറ്റേഴ്സാണ് കൊണ്ടുപോയി ചെയ്യുന്നത്. നമ്മളും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ വിലയുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതുമാത്രമല്ല ഒരുപാട് കമ്പനികൾ അവരുടെ മെറ്റീരിയൽസുകൾ സെയിൽ ചെയ്യണം, വിൽക്കുകയും കാര്യങ്ങളും ബിസിനസ് ചെയ്യണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. കാരണം ആവശ്യക്കാർക്ക് മെറ്റീരിയൽസിന് വേണ്ടി വിളിക്കുക, വില അറിയാൻ വേണ്ടി എന്നെ ആരും വിളിക്കേണ്ട. നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണോ കൊണ്ടുപോയി ചെയ്ത കാര്യങ്ങൾ ഇതാക്കിയാൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, ഒരു കുഴപ്പവും. ഡിഫോഗിലോട്ട് എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്ത് പുതിയ മാറ്റങ്ങളിലോട്ട് മാറ്റങ്ങൾ നമുക്ക് പുതിയ ഒരു അപ്ഡേറ്റ്സും ഇതും കാര്യങ്ങളും. അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ ഡിഫോഗ് മാത്രമല്ല പരിചയപ്പെടുത്തുന്നത്, ഇനി നമുക്ക് ഡീറസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിവാഷ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അത് പടിപടിയായിട്ട് നമ്മൾ എല്ലാവർക്കും എത്തിക്കുള്ളൂ. കാരണം ഒരു മാർക്കറ്റിൽ കുറേ പ്രൊഡക്റ്റ് കൊണ്ടെന്ന് വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പടിപടിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും എടുക്കണില്ല, എല്ലാം അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിൽക്കുകയാണ്. ആ പ്രോസസ്സിങ്ങിൽ പെട്ടെന്നായിട്ട് നമ്മൾ വരും. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസിങ് തുടങ്ങാൻ പോണേണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. അതായത് അറിയപ്പെടാത്ത ഒരുപാട് കമ്പനികളും അവരുടെ മെറ്റീരിയൽസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് നമ്മൾ അവരുടെ പ്രൊഡക്റ്റുകൾ എടുത്തു നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫോഗ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ പോലും നമ്മൾ നമ്മുടെ ചാനലിൽ അവർക്ക് വേണ്ടി വീഡിയോ ഇടും. നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കും. കാരണം നമ്മൾ അവരെ മെറ്റീരിയൽ മേടിച്ച് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി നമ്മൾ നോക്കിയതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് പുതിയ വീഡിയോസുകൾ, നമ്മൾ കമ്പനികളെ വീഡിയോസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണവരോട് ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സല്ല, നമ്മൾ ബിസിനസ്സായിട്ട് കാണുന്നില്ല. കാരണം ഒരുപാട് പേരെ നമ്മൾ ഹൈഡാക്കി വെച്ചിട്ട് കുറച്ച് ആളുകളെ നമ്മൾ മേലേക്ക് കയറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. നല്ല പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അവരെയും കയറ്റി വിടാം. ഇപ്പോൾ ഈ ഡിഫോഗ് ഇവിടെ നിലവിലുണ്ട്, എനിക്കൊരു വെല്ലുവിളി ആവുമല്ലോ മറ്റൊരു പ്രൊഡക്റ്റ് ഞാൻ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനൊന്നും എനിക്കില്ല. എനിക്കിപ്പോൾ ഇത് സെയിൽ ചെയ്യണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല, മനസ്സിലായോ? കാരണം ഞാൻ എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഡിഫോഗ് എന്നൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് അത് എൻ്റെ പ്രൊഡക്റ്റുകൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെന്ന്, അതായത് എൻ്റെ വർക്കുകൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും കൊണ്ടുപോയി ചെയ്യണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഇത് തന്നെ കൊണ്ടുപോകണമെന്നോ എനിക്കൊരു വാശിയില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുമില്ല. കാരണം ഞാൻ ഒരു ബിസിനസ്സുകാരനല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു ആപ്ലിക്കേറ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ള ജോലി എടുത്ത് ജീവിക്കുന്ന ആപ്ലിക്കേറ്റർ. മറ്റുള്ളവരെ പറ്റിക്കാനോ കാര്യങ്ങൾക്ക് ഇതാക്കാനോ കച്ചവട ലാഭത്തിനോ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് സെയിലായില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞാൻ എടുക്കുന്ന മെറ്റീരിയലുകൾ എനിക്ക് തന്നെ വർക്ക് ചെയ്ത് തീർക്കാൻ തികയും. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല കുറേ കമ്പനികൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ പുറകെ നടന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നടക്കേണ്ടത്. സിമെൻറ്റ് ടെക്സ്റ്ററിൻ്റെ പ്രൊഡക്റ്റുകളുണ്ട്, അല്ലാതെ ഒരുപാട് വേറെ പ്രൊഡക്റ്റുകളുണ്ട്, ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റുകളുടെ മെറ്റീരിയൽസുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മളൊന്ന് നോക്കി, അവരുടെ മെറ്റീരിയൽസൊക്കെ നമ്മൾ കൊണ്ടുപോയി നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് അവരുടെ മെറ്റീരിയൽസിൻ്റെ കാരണം ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടാവും ചെയ്യുന്നത്. അത് അവരുടെ അടുത്ത് പോയി അവർ പറഞ്ഞു തന്ന പോലെ നിന്ന് നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് അങ്ങനെയുള്ള വീഡിയോസുകളും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാരണം നമ്മളൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റേറ്റുകളിൽ കുറവിൽ സിമെൻറ്റ് ടെക്സ്റ്റർ പോലത്തുള്ള മെറ്റീരിയൽസുകൾ, കോൺക്രീറ്റിൻ്റെ പോലത്തുള്ള മെറ്റീരിയൽസുകൾ, അതറായിട്ടുള്ള മെറ്റീരിയലുകൾ, റസ്റ്റ് എഫക്റ്റ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളിലോട്ട് കൂടുതൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളൊരിക്കലും ഒരു കമ്പനിയല്ല, നമ്മളൊരു ആപ്ലിക്കേറ്ററാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ മെറ്റീരിയൽസ് ഇറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് ഒരുപാട് ആളുകൾക്ക് ചെയ്യാനും കാര്യങ്ങളും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മൾ വിളിക്കുമ്പോൾ സാധനങ്ങൾ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇതൊരു കച്ചവട ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ ഇത് കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കൊടുക്കുകയും ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇനി പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നത്. അത് കാരണം ഇത്രയും കാര്യങ്ങളും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലേ. കാരണം പല ആളുകൾക്കും ഒരു ടെൻഷനാണ്. പല ആൾക്കാരും ഇത് വെച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ കമ്പാരിസൺ ചെയ്യണേ, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് അത് സിമെൻറ്റ് ടെക്സ്റ്റർ ആണെങ്കിൽ അത് സിമെൻറ്റ് ടെക്സ്റ്റർ. നമ്മുടെ മെറ്റീരിയൽ എവിടെയെങ്കിലും നിങ്ങൾ സിമെൻറ്റ് ടെക്സ്റ്ററിന് എഴുതിയേക്കുന്ന ലേബിൾ കാണുന്നുണ്ടോ? ഒരു സ്ഥലത്ത് പോലും സിമെൻറ്റ് ടെക്സ്റ്ററിന് നമ്മളിത് രേഖപ്പെടുത്തിയില്ല. അതിനർത്ഥം ഇത് സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന മെറ്റീരിയൽ അല്ല. എന്നാൽ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ
ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് മുഴുവനും കാണാത്ത ഒരാളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോസ് മുഴുവനും കാണുക. എന്തോരം നമ്മളൊരു 2.5 മണിക്കൂർ കൊള്ളൂല്ലെങ്കിൽ ഒരു സിനിമ കാണാനൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം പോലും ഇതിനാവശ്യം വരില്ല. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വർക്കുകളായിട്ട്, അതായത് ഡിഫോഗ് വെച്ച് ചെയ്യുന്ന പുതിയ വർക്കുകൾ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡിഫോഗിൻ്റെ പുതിയ പാറ്റേൺസുകൾ എങ്ങനെ വരുന്നതെന്നുള്ള വർക്കുകളൊക്കെ നമ്മൾ അപ്ലോഡ് ഇനി യൂട്യൂബിലും FB പേജിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, FBയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു 3 സ്ഥലത്തും ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻസ്റ്റയിലും FBയിലൊക്കെ അപ്ഡേറ്റ് റീൽസുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഡീറസ്റ്റ്, ഡിവാഷ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ചിങ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ എന്നും സപ്പോർട്ടിങ് ആയിരിക്കും. നമ്മൾ അവർക്ക് എന്നും അവരുടെ കൂടെ ഉണ്ടാവും. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.